ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് വെൽക്കം. എൻ്റെ പേര് വിനോദ് ടെക് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. കൈൻമാസ്റ്റർ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അത് ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിനൊക്കെ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതാണ്. കൈൻമാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്ത് ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ, കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് നേരെ ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ളത്, ഇതിൽ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്ലസ് എന്നുള്ളൊരു ചുണ്ടൽ ചിഹ്നം കണ്ടില്ലേ, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഏത് റേഷ്യോ ആണോ വേണ്ടത് അത് ആ റേഷ്യോയിൽ ഓപ്പൺ ചെയ്യുക. ഞാൻ 9:16 ഈ റേഷ്യോയിലാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് അത് വരുന്നത്. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇടത് ഭാഗത്ത് മേലെയായിട്ട് കാണുന്ന അതാണ് നമ്മൾക്ക് വീഡിയോ പ്ലേ ചെയ്യുന്ന സ്ക്രീൻ. അടിയിലാണ് വീഡിയോ ഓഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ വലത്ത് ഭാഗത്ത് മേലെ മീഡിയ, ഓഡിയോ, വോയിസ്, ഓരോ ലെയറൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. നമുക്ക് ആദ്യം മീഡിയ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഇതിലേക്ക് വീഡിയോ ഫയൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആഡ് ചെയ്തിട്ട് അടിയിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. എന്നിട്ട് വലത് ഭാഗത്ത് മേലെയുള്ള ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്താൽ എഡിറ്റിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം ഡിസ്പ്ലേയിൽ പ്ലേ ആവുന്നത് വീഡിയോ. ഇനി ഇതിൽ നമുക്ക് ഓഡിയോ ഒക്കെ ചേർക്കാൻ ഈ ഓഡിയോ നോക്കിക്കഴിഞ്ഞാൽ പല പാട്ടുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് പ്രസ് ചെയ്ത് ഈ പ്ലസ് എന്നുള്ളത് അമർത്തിക്കഴിഞ്ഞാൽ പാട്ട് ഇതിലേക്ക് ആഡാവുന്നതാണ്. അടിയിൽ പച്ചക്കളറിൽ പാട്ട് ആണ് ആഡായിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മീഡിയ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ അവിടെ ആഡാവും. നമുക്ക് നോക്കാം. വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫോട്ടോ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലൊക്കെ പോകുന്നൊരു എഫക്റ്റ് നമുക്കിവിടെ നൽകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ആദ്യം ഇട്ട വീഡിയോയുടെയും ഇപ്പോൾ ഇട്ട ഫോട്ടോയുടെയും സെൻറ്ററിലൊരു പോയിൻ്റ് ഉണ്ടാവും, ഈ ഒരു വൈറ്റ് കളറിലുള്ള, അതിൽ അമർത്തുക. അപ്പോൾ കാണാം ഇതിൽ പല ഐറ്റം വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ പല ഐറ്റം ഉണ്ട്. പ്രസൻറ്റേഷൻ പല രീതിയിലൊരു വീഡിയോയിൽ നിന്ന് മറ്റൊരു ഫോട്ടോയിലേക്ക് പോകുന്നത് ലാസ്റ്റ് പല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുക സ്ക്രീനിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വരുന്നത്. പല രീതിയിൽ പല മോഡലിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും ഇവിടെ കൊടുക്കുന്നുണ്ട്. 1 സെക്കൻഡ്, 1.5 സെക്കൻഡ്, 2 സെക്കൻഡ് എന്നൊക്കെ ടൈമിങ്ങും ഉണ്ട്. അത് ഏത് ടൈമിലാണെന്നുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് കാണാം. ഇപ്പം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അത് എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഡിസ്പ്ലേയിൽ നോക്കാം, ആ വീഡിയോ കഴിഞ്ഞ് ഫോട്ടോയിലേക്ക് ട്രാൻസ്പെറൻ്റ് ആയത് കണ്ടില്ലേ, അതേപോലെ. ഇതിൽ നമുക്ക് വോയിസ് റെക്കോർഡും ചെയ്യാവുന്നതാണ്. നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് റെക്കോർഡും ഇതിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പ്രോ വെർഷൻ അല്ലാത്തതുകൊണ്ട്
ഇതിൻ്റെ മേലെ വീഡിയോയിലായിട്ട് വാട്ടർമാർക്ക് വരുന്നതാണ്. ഈ വാട്ടർമാർക്ക് ഈ കൈൻമാസ്റ്ററിലെ വാട്ടർമാർക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. വല്ല തെറ്റുകളുണ്ടെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ.